ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 15 വൈകിട്ട് ചാത്തന്നൂർ തിരുമുക്കിൽ ധർണ നടത്തും. തിരുമുക്കിലെ അശാസ്ത്രീയ അടിപ്പാത പുതുക്കി പണിയുക, പരവൂർ കൊട്ടിയം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ ചാത്തന്നൂരിൽ എത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. തിരുമുക്കിലെ അശാസ്ത്രീയ അടിപ്പാത പുതുക്കി നിർമ്മിക്കുക, പരവൂർ കൊട്ടിയം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ ചാത്തന്നൂരിലെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ചാത്തന്നൂർ തിരുമുക്കിൽ ധർണ നടത്തുന്നത്. ചാത്തന്നൂരിന്റെ വികസന മുരടിപ്പിന് കാരണമായി നിൽക്കുന്ന തിരുമുക്കിലെ അശാസ്ത്രീയമായ അടിപ്പാത ജനോപകാരപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും സമരസമിതി ഉന്നയിക്കുന്നത്. വികസന സമിതി ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന മഹാധർണ നാളെ വൈകിട്ട് 4 മണിക്ക് തിരുമുക്കിൽ നടക്കുകയാണ്. ആ ധർണയുടെ മുന്നോടിയായിക്കൊണ്ട് ചാത്തന്നൂർ ജംഗ്ഷനിൽ നിന്നും മുഴുവൻ വ്യാപാരികളും ട്രേഡ് യൂണിയൻ സംഘടനകളും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ പ്രകടനമായി തിരുമുക്കിലേക്ക് എത്തും. ഈ ജാഥയുടെയും ധർണയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ തിരുമുക്കിൽ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപ്പാത. ഈ അടിപ്പാത എന്ന് പറയുന്നത് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകുന്നതിനുള്ള നിയമ സാധ്യതയുള്ള അടിപ്പാതയാണ്. ആ അടിപ്പാതയുടെ പേര് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കിൽ പറയുമ്പോൾ സ്മാൾ അണ്ടർ വെഹിക്കിൾ പാസേജ് എന്നാണ്. ഈ ഒരു പാസേജിലൂടെ ഒരു വലിയ വാഹനം കടന്നു പോകാൻ കഴിയില്ല. കടന്നു പോകാൻ കഴിഞ്ഞാൽ പോലും ആ വാഹനം എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാൽ ആ വാഹനത്തിനോ അപകടത്തിൽ പെടുന്നതാണോ യാതൊരു നിയമസാധ്യതയും ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ള നിയമങ്ങൾ ലിഖിതപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വേൾഡ് റെനോൺസ് ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രം എന്നെല്ലാം അറിയപ്പെടുന്ന പരവൂരിലേക്കും വർക്കലയിലേക്കും എല്ലാം പോകുന്ന നമ്മുടെ കൊല്ലം ജില്ലയും ചാത്തന്നൂരുമായി എല്ലാം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആ പാത, ആ അടിപ്പാത മാറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി നാടിന് അനുയോജ്യമായി പുനർനിർമ്മിക്കണമെന്നാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രമുഖ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും ധർണയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.